Easy medical coding tips. Tip number 8. Always confirm the medical necessity before adding any diagnosis. നമ്മളൊരു ഡോക്യുമെന്റേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡയഗ്നോസിസ് കോഡ്സ് അല്ലെങ്കിൽ CPTs ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് നമ്മുടെ പ്രൊവൈഡർ അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റിംഗ് ഡോക്ടർ ചെയ്തിരിക്കുന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ ഓർഡർ ചെയ്തിരിക്കുന്ന പ്രൊസീജിയർ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ മെഡിക്കൽ ജസ്റ്റിഫിക്കേഷൻ ഓർ ബേസ്ഡ് ഓൺ ദ മെഡിക്കൽ നെസസിറ്റി ഓഫ് ദി ഡയഗ്നോസിസ് ഓർ സിംറ്റംസ് ഓഫ് ദി പേഷ്യൻറ്റ്. അതാണ് ഞാനിവിടെ രണ്ട് സിനാരിയോസ് എക്സ്പ്ലെയിൻ ചെയ്യാം. പേഷ്യൻറ്റിന് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഹെഡേക്ക് ഉള്ള ഒരാളാണ്, ലൈക്ക് മൈഗ്രെയിൻ ടൈപ്പ് ഹെഡേക്സ് ഒക്കെ വരുന്ന ഒരാളാണ്. ഇപ്പോഴും കറൻ്റ്ലി പേഷ്യൻ്റ് ഇസ് ഹാവിങ് ഹെഡേക്ക് ഫ്രം ദ മോർണിംഗ്. വേറെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഒന്നുമില്ല, സ്ലൈറ്റ്ലി ഒരു ഹെഡേക്ക് മാത്രമേ ഉള്ളൂ. പേഷ്യൻറ്റ് കെയിം ഫോർ ദ വിസിറ്റ്. അങ്ങനെ ഒരു പേഷ്യൻറ്റിന് സഡൻലി നമ്മൾ CTക്ക് വേണ്ടി ഓർഡർ ചെയ്യേണ്ടത് ഒരു മെഡിക്കൽ നെസസിറ്റി ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ല. ദർ ഇസ് നോ റെഡ് അലാമിംഗ് ഫാക്ടേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ്, ന്യൂറോളജിക്കൽ സിംറ്റംസ് അങ്ങനെ ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ലൈക്ക് അഡ്വാൻസ്ഡ് മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ലൈക്ക് CTയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതേസമയം ഒരു സഡൻ ഹെഡേക്ക്, ഒരു സിവിയർ സഡൻ ഹെഡേക്ക് ആണ്, ഒരു സൈഡ് ഓഫ് വീക്ക്നെസ്, പേഷ്യൻ്റ് ഇസ് ഹാവിങ് വോമിറ്റിംഗ്, ഒരു ന്യൂറോളജിക്കൽ ഓൾട്രേഷൻസ്, ഇങ്ങനെയൊക്കെ പെട്ടെന്ന് പേഷ്യൻ്റ് ഉണ്ടാകുന്ന ഒരു പേഷ്യൻറ്റിനെ നമ്മുടെ ഒരു പ്രൊവൈഡറിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ലിനിഷ്യൻ ഫെസിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു ക്ലിനിഷ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ CT ഈസ് മെഡിക്കലി നെസസറി ടു ഐഡൻറ്റിഫൈ എന്താണ് അതിൻ്റെ പിന്നിലുള്ള അല്ലെങ്കിൽ ആ ഒരു സഡൻ ആയിട്ട് ഹെഡേക്കും വോമിറ്റിങ്ങും അല്ലെങ്കിൽ ഒരു ന്യൂറോളജിക്കൽ ഓൾട്രേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് CT ചെയ്യാം. സോ ഇങ്ങനെ തന്നെ പല സെയിം ഡയഗ്നോസിസിൻ്റെ തന്നെ പല സിനാരിയോസ് അനുസരിച്ചാണ് നമ്മുടെ സർവീസ് മെഡിക്കലി ജസ്റ്റിഫൈഡ് ആണോ ഇല്ലയോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ഓൾവേസ് വെൻ യു ഹാവ് എ പ്രൊസീജിയർ ആൻഡ് ഡയഗ്നോസിസ് വിത്ത് യു ആൻഡ് ഇഫ് യു ഫൈൻഡ് ദാറ്റ് ഇസ് നോട്ട് മെഡിക്കലി ജസ്റ്റിഫൈ, അതായത് നമുക്ക് നോർമൽ മെഡിക്കൽ ജസ്റ്റിഫിക്കേഷൻ മാത്രമല്ല, ഇഫ് ദ സർവീസ് ഇസ് നോട്ട് ലൈക്ക് നമ്മുടെ NCCI എഡിറ്റ്സ്, MUE എഡിറ്റ്സ്, അതുപോലെ തന്നെ പ്രൊവൈഡറിന്റെ കംപ്ലയൻസ്, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കവേർഡ് ആയിട്ടുള്ള സർവീസസ്, അതുപോലെ തന്നെ കവേർഡ് ആയിട്ടുള്ള സർവീസസ് ആണെങ്കിൽ പോലും അത് നമ്മുടെ ഒരു കോഡിംഗ് ഗൈഡ് ലൈൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ നെസസിറ്റി ഗൈഡ് ലൈൻസിന്റെ അനുസരിച്ചാണ് നമ്മൾ കോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഫൈൻ. അല്ലെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ക്വയറി ദ പ്രൊവൈഡർ ആൻഡ് ലൈക്ക് ടേക്ക് ദ ഡോക്യുമെന്റേഷൻ, അഡീഷണൽ ഡോക്യുമെന്റേഷൻസോ മെഡിക്കൽ റിപ്പോർട്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഒരു സർവീസ് കോഡ് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യാവുള്ളൂ. സോ ഓൾവേസ് ചെക്ക് ഫോർ മെഡിക്കൽ നെസസിറ്റി ബിഫോർ എ ക്ലെയിം സബ്മിഷൻ.